ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ചെറിയ പനിയൊക്കെ ആയിരുന്നു, പിന്നെ അതൊക്കെ മരുന്നൊക്കെ കഴിച്ചിപ്പം ശകലം കുറഞ്ഞ്. ഇന്നാണ് ഞാൻ കുറച്ചൊക്കെ ഒരു 80% ഓക്കെ ആയത്. മരുന്നൊക്കെ കഴിച്ചിപ്പോൾ എല്ലായിടത്തും പനിയാണ്. അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി. വീഡിയോസൊക്കെ എല്ലാ കൂട്ടുകാരുടേതും ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഇപ്പം അങ്ങ് പാടെ മാറ്റിയിട്ട് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുന്നു, വീഡിയോസ് കാണുന്നു, എനിക്ക് എല്ലാവരും ലൈക്ക് അടിക്കുന്നു, ഞാൻ എല്ലാവർക്കും ലൈക്ക് കൊടുക്കുന്നു. പുതിയ ലോകത്തിലേക്ക് ഞാൻ പറിച്ച് നടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഇത്രയും നാളായിട്ട് ഒരുപാട് നാളായി, ഒരു 2 കൊല്ലത്തോളമായി ഞാൻ എൻ്റെ ഈ ഫേസ്ബുക്കിൽ ഞാൻ ഈ കസരത്ത് മൊത്തം നടത്താൻ തുടങ്ങിയിട്ട്. കുറേ പേരെടുത്തൊക്കെ നമ്മൾ ആദ്യമൊക്കെ എല്ലാവരും ഫേസ്ബുക്ക് തുടങ്ങുമ്പോൾ എല്ലാ കൂട്ടുകാരുടെ അടുത്തും പറയും, എന്തുവാ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കൂടുതൽ പേരുടെയൊന്നും പണ്ടൊക്കെ ആദ്യം ബിഗിനിങ്ങിൽ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെയാണ് എല്ലാവരും നമുക്ക് ഓർഗാനിക്കായിട്ട് എല്ലാവരും സാധാരണ നമ്മളെ പിന്നെ വീഡിയോയുടെ ക്വാളിറ്റിയും അതിൻ്റെ കണ്ടൻറ്റും അതൊക്കെ വെച്ചിട്ട് എല്ലാവരും വന്ന് കണ്ട് നമുക്ക് സ്വമേധയാ അവർ എല്ലാം ലൈക്കും അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ വേണം നമുക്ക് കിട്ടാൻ. ഇത് കിടന്ന് ആദ്യമൊക്കെ നമ്മൾ കുറച്ച് പറഞ്ഞ് നമുക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ ഒന്നും അനങ്ങുന്നില്ല, ഞാൻ ആരുടെ അടുത്തും ഒന്നും പറയുന്നില്ല, ഞാൻ വീഡിയോസ് വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് ഫേസ്ബുക്കിലേക്ക് അങ്ങ് മാറി. കാര്യമുണ്ട് കൂട്ടുകാരെ, ഏറ്റവും നല്ലൊരു സന്തോഷ വാർത്തയാണ്. എല്ലാ കൂട്ടുകാരും യൂട്യൂബിൽ അങ്ങനെ മോണിറ്റൈസേഷനായി ഏണിങ്സൊക്കെ കിട്ടുന്നു. ഇതൊക്കെ വായിക്കുകയും കാണുകയൊക്കെ ചെയ്ത് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മുടെ കൂടെ ഉള്ളവർക്കെല്ലാം എല്ലാം കിട്ടുന്നത് നമുക്ക് സന്തോഷമാണ്. നമ്മൾ അതൊക്കെ കണ്ടാണ് ചാനലൊക്കെ തുടങ്ങിയത്. കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം വളരെ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഇനിയും വീഡിയോസൊക്കെ കാണണം. അങ്ങനെ ഒക്കെ ഇരുന്നപ്പം കാണാം. ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു ഇതുകൾ കാണിക്കുന്നുണ്ട്, CM. അങ്ങനെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് CM അങ്ങനെ കിട്ടി. എല്ലാവരും കൊതിച്ച് മോഹിച്ചിരിക്കുന്ന ആ ഒരു സംഭവമാണ് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം. അങ്ങനെ എനിക്ക് ഓപ്പണായി കിട്ടി. ഇനി നമ്മുടെ വ്യൂസും നമ്മുടെ ഇനി അടുത്തുള്ള പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് ഏണിങ്സ് വരും. അങ്ങനെ ഇനി ഞാൻ അതിനു വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു സംഭവം യൂട്യൂബിൽ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് അത് വന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇനി നമ്മൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെയാണ് ഇനിയാണ് നമ്മൾ കൂടുതലും നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടുന്നത്. അങ്ങനെ എനിക്ക് ഈ സന്തോഷം ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബേഴ്സിനുമാണ് ആദ്യം അറിയിക്കുന്നത്. ഫേസ്ബുക്കിലുള്ള കൂട്ടുകാരുടെ അടുത്തെല്ലാം അവർക്ക് അറിയാം. കാരണം അവർക്ക് നമ്മളിതെല്ലാം അപ്പോഴപ്പോഴും നമ്മൾ എല്ലാ ലൈക്കും കമൻറ്റും ഷെയർ ഫുള്ള് സപ്പോർട്ടും എല്ലാവർക്കും എൻ്റെ ഫേസ്ബുക്കിലെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അവരെനിക്കും തരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരാണ് എന്നെ ഇങ്ങനെ മുന്നോട്ട് എത്തിച്ച് ഈ പരുവാക്കിയത്. CM കിട്ടാനുള്ള മെയിൻ കാരണം എൻ്റെ ഫേസ്ബുക്ക് കൂട്ടുകാരാണ്. എല്ലാവർക്കും ഞാൻ നന്ദി. എനിക്ക് ഭയങ്കര സ്നേഹമാണ് എനിക്ക് എല്ലാവരും അങ്ങനെ ആക്കി തന്നതിന്. അങ്ങനെ ഈ സന്തോഷം ഞാൻ ആരുടെ അടുത്താണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്? എൻ്റെ യൂട്യൂബേഴ്സ്, എൻ്റെ യൂട്യൂബിലെ കൂട്ടുകാർ, എനിക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ചിലരെങ്കിലും കാണും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന് യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടണം. പക്ഷേ എനിക്കുള്ള വാച്ച് ടൈം ഒരു തരത്തിൽ അങ്ങോട്ട് കൂടുന്നില്ല. കാര്യം എൻ്റെ കയ്യിൽ മിസ്റ്റേക്കാണ്. കാരണം അവർ വിചാരിക്കുന്ന കണക്കുള്ള കണ്ടൻറ്റ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് വാച്ച് ടൈം കയറാത്തത്. അതിന് ഞാനിപ്പം ആരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ കയ്യിൽ കുഴപ്പമാണ്. അങ്ങനെ ഇനി ഞാൻ അത് മെച്ചപ്പെടുത്തിയെടുക്കണം. അല്ലെങ്കിൽ ഇനി എന്തുവാ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയൊക്കെ ഇടുകയോ ഒക്കെ ചെയ്ത് ഞാൻ ഇനി കണ്ടൻറ്റും രീതികളും ഒക്കെ മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലേ അതിൽ ഇനി ശരിയാവത്തുള്ളൂ. എനിക്കുള്ള വാച്ച് ടൈം കൂടെ ആവുകയാണെങ്കിൽ എല്ലാം ഓക്കെ ആവും. പക്ഷേ എനിക്ക് ഭയങ്കരമായി ഡെസ്പായത് കാരണം ഞാൻ ഇപ്പം യൂട്യൂബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അങ്ങ് കളഞ്ഞ്. ഫേസ്ബുക്കിൽ ഇത് CM ഓപ്പണായി കണ്ടപ്പോഴത്തേന് ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇപ്പം ഫേസ്ബുക്കിനെ തീരെ അങ്ങ് കളഞ്ഞ കണക്കാണ്. അതുകൊണ്ട് എന്നെ വല്ലപ്പോഴെങ്കിലും കൂട്ടുകാരൊക്കെ ഒന്ന് ഓർക്കണ്ടേ. അതുകൊണ്ട് ഞാൻ
വീഡിയോയിൽ വന്നതാണ്. ഞാൻ മുമ്പ് കാണുന്ന ചാനലുകാരെയൊക്കെ അതുപോലും ഇപ്പോൾ കാണാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. കാരണം വരുന്നു, ഫേസ്ബുക്കിൽ എല്ലാം ഇടണ്ടേ, ഫേസ്ബുക്കിൽ ഇത് ചെയ്യുന്നു, പിന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരുടെയൊക്കെ ഇത് കാണും, അവർക്കെല്ലാം സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേന് സമയം, പിന്നെ നമുക്ക് യൂട്യൂബിൽ നമ്മൾ ഇട്ടിട്ട് നമുക്ക് വീഡിയോസ് ഇട്ടിട്ട് വിചാരിച്ച കണക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം വരും. കാരണം ഇത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഈ കണ്ണിനൊക്കെ ഭയങ്കര സ്ട്രെയിനാണ്. നമ്മൾ ഈ വീഡിയോ കൊണ്ടുവന്ന് പിന്നെ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് വോയിസും ഒക്കെ കൊടുത്ത് ഇതിനു വേണ്ടി ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കണക്കിത് മൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും എന്നും പറഞ്ഞ് യൂട്യൂബിലിടുന്ന വീഡിയോസ് എല്ലാവർക്കും അങ്ങ് ഇതാവണമെന്നൊന്നുമില്ല. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യവും എല്ലാം ആയിട്ടാണ്. എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും എൻ്റെ ചാനൽ ഒരു നാൾ എൻ്റെ മാവും പൂക്കും, എൻ്റെ മാവും പൂക്കും. ഒരു പാട്ട് ഇപ്പോൾ ഇറങ്ങിയല്ലേ, എൻ്റെ മാവും പൂത്തേ, എൻ്റെ മാവും പൂത്തേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. അങ്ങനെ ഈ സന്തോഷമാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഫേസ്ബുക്കിൽ അങ്ങനെ CM ഓപ്പൺ ആക്കിയതിൽ അല്ലെങ്കിൽ എനിക്കത് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഈ സന്തോഷം ഞാൻ എല്ലാ കൂട്ടുകാരുടെ അടുത്ത്, എൻ്റെ യൂട്യൂബിലെ കൂട്ടുകാരുടെ അടുത്തും, ചില കൂട്ടുകാരൊക്കെ ഫേസ്ബുക്കും യൂട്യൂബിലും ഉണ്ട് കോമൺ ആയിട്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സന്തോഷം പറയുകയാണ്. എനിക്ക് എല്ലാ കൂട്ടുകാരും ഇനിയും ഞാൻ എല്ലാവർക്കും വന്നത് തന്നെ എൻ്റെ ജോലി, ലൈക്ക് അടിക്കുക, അവർക്ക് കമൻറ്റ് ചെയ്യുക, അവരുടെ വീഡിയോസ് കാണുക, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അത് കാരണം ഞാൻ എൻ്റെ സ്ട്രെസ്സുകൾ ഒരുപാട് എനിക്ക് കുറഞ്ഞ്. പക്ഷെ തലവേദനയുണ്ട്. ഇതിങ്ങനെ ഫുൾ ടൈം ഇതിനകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന നമുക്ക് കണ്ണിനും എല്ലാം സ്ട്രെയിനാണ്. എന്നാലും ഞാൻ ഈ CM കിട്ടിയ കാര്യം എല്ലാ കൂട്ടുകാരുടെ അടുത്ത് അറിയിക്കുന്നു. ഞാൻ കുറേ നാളായിട്ട് വിഷമത്തിലായിരുന്നു, കാരണം യൂട്യൂബിൽ നിന്ന് ഒന്നും ആവാത്തത് കൊണ്ട്. എന്നാലും ഫേസ്ബുക്ക് ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ഒരു സന്തോഷം കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഇത് പറയാനാണ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.